ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ബട്ടർഫ്ലൈ സ്ലീവിൽ ഒരു ഗൗണായിട്ടോ ഫ്രോക്കായിട്ടോ ഒക്കെ ചെയ്യാവുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഒന്ന് രണ്ട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന് പെരുന്നാളിന് മുമ്പായിട്ട് ഇതൊന്ന് കാണിക്കുമെന്നുള്ളത്. അപ്പം എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന, എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സ്ലീവ് തന്നെയാണ് കേട്ടോ. ആകെ നമ്മൾ ആ സ്ലീവിൻ്റെ കട്ടിങ് മാത്രമേ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിനെ നീട്ടി കൊണ്ടുപോയിട്ടില്ല. ബേസിക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ബിഗിനേഴ്സിന് തന്നെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ പറയട്ടെ, നമ്മുടെ വാട്സപ്പ് ക്ലാസ് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ കഴിഞ്ഞ് 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. തുടക്കത്തിലും ലാസ്റ്റിലും കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിലും ഞാൻ നമ്പർ കൊടുത്തിടാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാണ്. നമ്മുടെ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ജോർജറ്റ്, പ്രിന്റഡ് ജോർജറ്റും പ്ലെയിൻ ജോർജറ്റും ഒക്കെ മെറ്റീരിയൽ, അതിലാണ് ചെയ്തിട്ടുള്ളത്. മുക്കത്തെ ബട്ടൺ ഹൗസ് എന്നാണ്, സാഗർ ബട്ടൺ ഹൗസ് എന്നാണ് കേട്ടോ ഞാൻ ഈ മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളത്. ലൈനിങ്ങും ബോഡി പാർട്ടിന് സെയിം കളറും സ്കേർട്ട് പാർട്ടിന് ബ്ലാക്കും ആണ് ലൈനിങ് വാങ്ങിയിട്ടുള്ളത്. മീറ്റർ ഒരു 160-170 ആ റേഞ്ചിലാണ് ഇതുള്ളത്. സ്കേർട്ട് പാർട്ടിൻ്റെ മെറ്റീരിയൽ 60 ഇഞ്ച് വീതിയിലെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് പല രൂപത്തിൽ നമുക്കിത് ചെയ്യാം. താഴെ ഭാഗം അമ്പർലാക്കിയിട്ട് ചെയ്യാം, ലേഡാക്കിയിട്ട് ചെയ്യാം, അതായത് തട്ടായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എയർലൈൻ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. മോളെ എയർലൈൻ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതേപോലെ ചെയ്യാം. എന്താ പറയുക, ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് 3 ലെയറോ 2 ലെയറോ ഒക്കെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാം. താഴെ മാത്രം ലെയർ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കുട്ടികൾക്ക് തയ്ക്കുന്നതായിക്കാണ് അവരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചത്. ഇത് അധികം നയലിക്കുന്ന മെറ്റീരിയൽ അല്ല, ഡയമണ്ട് ജോർജറ്റിലാണ് പ്ലെയിൻ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇത് സ്കേർട്ട് പാർട്ടിൻ്റെ ഇത് നല്ലോണം നയലിക്കും, അതുകൊണ്ട് എന്തായാലും ലൈനിങ് കൊടുക്കണം. ഇത് നേവി ബ്ലൂ ആണോ ചോദിച്ചാൽ ആണ്, ബ്ലാക്ക് ആണോ ചോദിച്ചാൽ ആണ് എന്നുള്ള രൂപത്തിലുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൽ ബോഡി പാർട്ട് യാതൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. സാധാരണ പോലെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. നെക്ക് ലെങ്ത്, വിഡ്ത്ത്, ചെസ്റ്റ് റൗണ്ട്, വേസ്റ്റ് റൗണ്ട് ഒക്കെ നിങ്ങൾ ആർക്കാണോ തയ്ക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാതെ നമ്മൾ ഇനി കുറേ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇത് നമ്മൾ ആ ബോഡി പാർട്ട് വെച്ചിട്ട് തന്നെ സ്കേർട്ട് പാർട്ടിന് എയർലൈനായി കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വെച്ചിട്ട് താഴേക്ക് നമുക്ക് എത്രയാണോ വീതി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാം. മിനിമം താഴെ വീതി 4 ഫോൾഡിൽ ഒരു 17-18 ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി സൗകര്യത്തിൽ കുട്ടികൾക്ക് നടക്കാൻ പറ്റുക. 17-18 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാക്സിയുടെ വീതി ഉണ്ടാവും. താഴെ ഭാഗം 4 ഫോൾഡിലാണ് 17 പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാക്സി ബിറ്റൊക്കെ 36 ഇഞ്ചല്ലേ വീതി ഉണ്ടാവുള്ളൂ, 34-36 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിന് കട്ടിങ് എന്ന് കാര്യമായിട്ട് പറയാനുള്ളത്. ഇനി ഈ സ്ലീവിന്റെ ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത്. പക്ഷെ അത് നമ്മൾ ഇപ്പം കട്ട് ചെയ്യൂല. നമ്മളിതിന്റെ ബോഡി പാർട്ടിനെ ജോയിന്റ് ചെയ്ത്, അതായത് ഫ്രണ്ട് പാർട്ടും നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് ജോയിൻ ചെയ്തതിന് ശേഷം, ഇതാണ് നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് ബാക്കിലും ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. കാരണം കഴുത്ത് അധികം വിടുത്തും ലെങ്ത്തും വേണ്ടാന്ന് മോള് പറഞ്ഞപ്പോൾ ബാക്കിൽ ചെറിയൊരു ഓപ്പൺ കൊടുത്ത് അതിനൊരു ഹുക്ക് വെച്ച് കൊടുത്താൽ മതി. കണ്ടില്ലേ, ബാക്കിൽ ചെറിയ പീസൊക്കെ വെച്ചിട്ട് കൊടുത്തതാണ്. അത് ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെ മറിച്ച് തയ്ച്ചാലും മതി. ഇനി നമ്മൾ ഇതിനെ നിവർത്തി വെക്കും. ഇതിപ്പോൾ ഷോൾഡർ ജോയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടോ, തയ്യൽ തുമ്പത് കാണാത്ത വിധത്തിലുള്ള ഷോൾഡർ ജോയിനിങ് കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് നിവർത്തിയിടുക അതേപോലെ. എന്നിട്ട് എവിടെയാണ് നമ്മുടെ ഈ ബട്ടർഫ്ലൈ സ്ലീവ് വെക്കേണ്ടത് എന്നുള്ളതിൻ്റെ മെഷർമെൻ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ നെക്ക് കഴിഞ്ഞിട്ടുള്ള ഷോൾഡർ വിടുത്തില്ലേ, ഷോൾഡറിൻ്റെ അകലം, അത് നമ്മൾ അളന്ന് നോക്കുക. അപ്പോൾ ഇതിന് 4.5 ഉണ്ട്, 4.5 ഇഞ്ചാണ് വരുന്നത്. അതിൽ 1/2 ഇഞ്ച് നമുക്ക് സ്ലീവ് തയ്ച്ച് കൊടുക്കാനുള്ള, അവിടെ തയ്യൽ തുമ്പ് വേണമല്ലോ. ഇതിന് സ്ലീവ് കൊടുക്കുന്നുണ്ട്, സ്ലീവ് കൊടുക്കാതെയും തയ്ക്കാം ഉള്ളിൽ ഇന്നർ ഇടുകയാണെങ്കിൽ കേട്ടോ. അപ്പം ആ 1/2 പോയി കഴിഞ്ഞാൽ 4, ആ 4ന്റെ പകുതി 2 ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയത്. കണ്ടില്ലേ, 2 സ്ഥലത്തും 2 ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പം നമ്മൾ ഷോൾഡറിന്റെ വീതി നോക്കുകണ്ടല്ലേ, 4.5, അതിൽ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ കുറയ്ക്കുകയാണ് ഇതിനെ അവിടെ വെച്ചിട്ട് സ്ലീവ് തയ്ക്കാൻ. അപ്പോൾ 4 വന്ന് അതിൻ്റെ പകുതി, ആ പകുതിനെ 2 സ്ഥലത്തും അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് താഴോട്ടേക്കും ഫ്രണ്ടിലും ബാക്കിലും
ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. താഴോട്ടേക്ക് ഇപ്പുറത്തെ സൈഡിലേക്കും ലൈനൊക്കെ സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക. നമുക്ക് ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. വളഞ്ഞു പോവാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. സ്കെയിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വന്നോളും. സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ അതിന് വലിയ സ്കെയിലൊന്നും വേണമെന്നില്ല. ഇത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് വേസ്റ്റ് പാർട്ടിലേക്കുള്ള ലെങ്ത് മാക്സിമം വലിയ ആൾക്ക് ഒരു 15 വരെ വരുമായിരിക്കും. ഇതിപ്പോൾ മോളത് 13 ആ ഒരു ലെങ്ത്തിലേക്ക് ഞാൻ ലൈൻ വരച്ചു കൊടുത്തു. കണ്ടില്ലേ 2 സൈഡും ഓരോ ലൈൻ വന്നത്. ആ ലൈനിന്റെ ലെങ്ത് നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ടാപ്പിൽ അളന്നിട്ട് കാണിച്ചു തരാം. ടാപ്പിൽ അളന്നിട്ടാകുമ്പോൾ 13 ഉണ്ടാകുക. വിത്ത് നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ 13 നമുക്ക് വേസ്റ്റ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ കൂടെ 1.5 ഇഞ്ച് അല്ല 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഷോൾഡറിനൊക്കെ പോയിട്ട് എടുക്കുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിൽ 13 ഉള്ളത്. ആ 13 നിന്ന് 1 ഇഞ്ച് കുറയ്ക്കണം, മേലോട്ടേക്ക് കുറച്ച് അടയാളപ്പെടുത്തുക. അപ്പൊ 12 ഇഞ്ച്. ഈ ബോഡി പാർട്ടിന്റെ താഴെന്ന് മേലോട്ടേക്ക് 1 ഇഞ്ച് വിട്ടിട്ട് ഒരു മാർക്ക് അവിടെ കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ അതുവരെ മാത്രമേ നമ്മൾ ഈ സ്ലീവിനെ തയ്ച്ച് പിടിപ്പിക്കേണ്ടതുള്ളൂ. അതിന്റെ താഴോട്ടേക്ക്, അതായത് ജോയിന്റ് ഉള്ള ഭാഗത്തേക്ക് ആവണ്ട, അതിനേക്കാൾ 1 ഇഞ്ച് മാത്രം മേലോട്ടേക്ക് വരുന്ന രൂപത്തിൽ കേട്ടോ. ഇത് കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാം കേട്ടോ. ആരെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന് അത്യാവശ്യം അറിയുന്നവർക്ക് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇത് 2 വശത്തേക്കും ഇവിടുന്ന് താഴോട്ടേക്കും മറ്റേ വശത്തും അതേപോലെ വരച്ചു. ഒക്കെ ആ 12 ഇഞ്ചിലാണ് വരുന്നത്. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാണ്. ഏത്? അംബ്രല്ല സ്ലീവ്, അംബ്രല്ല, സെമി അംബ്രല്ല എന്ന് പറയാം, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ സ്ലീവ് എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ തുണിയുടെ കരഭാഗം ഉണ്ടല്ലോ, നമുക്ക് സ്ലീവിനുള്ള തുണിയുടെ കരഭാഗം ഇങ്ങനെ നമ്മുടെ വശത്തേക്ക് ചേർത്ത് വെക്കുക. എന്നിട്ട് തുണീനെ ഫോൾഡ് ചെയ്യുക. ഇതിപ്പോ ഒരു മടക്കിലാണ് തുണിയുള്ളത്. ഒന്നുകൂടി മടക്കിയാല് തുണീനെ 4ആയിട്ട് നമ്മൾ അംബ്രല്ല കട്ടിന് മടക്കൂലേ അതേപോലെ ആയിട്ട് വരും. പക്ഷേ തുണിയുടെ ഓപ്പൺ സൈഡ് നമ്മുടെ വശത്തേക്കായിട്ട് വെക്കണം. അപ്പോഴാണ് രണ്ട് സ്ലീവ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുക. കണ്ടില്ലേ? ഓപ്പൺ വശം എൻ്റെ അടുത്തേക്ക് 1, 2, 3, 4 പാർട്ടായിട്ട് അതുണ്ട്. എന്നിട്ട് അതിൻ്റെ കോർണറിൽ നിന്ന് ഈ 12 ഇഞ്ച് ഉണ്ടല്ലോ നമുക്ക് വേണ്ടിയ ലെങ്ത്, ആ 12 ഇഞ്ചാണ് പോയിന്റുകൾ അടയാളപ്പെടുത്തി ഞാനിതാ ഇങ്ങനെ വരയ്ക്കുന്നത്. കോർണറിൽ നിന്ന് അംബ്രല്ല കട്ട് ചെയ്യുന്ന മനസ്സിലായവർക്ക് പ്രത്യേകിച്ചും. അതിൻ്റെ ഇടയിൽ ചെറിയ വീഡിയോ മിസ്സായിപ്പോയി. ഞാൻ വീഡിയോ എടുത്തിരുന്നു, അത് പിന്നെ നോക്കുമ്പോൾ ഓണായിട്ടുണ്ടായിരുന്നില്ല. അതാണ്. അപ്പൊ ഇതൊന്നും ഇല്ല കേട്ടോ. ഈ കോർണറിൽ നിന്ന് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് അടയാളപ്പെടുത്തിയില്ലേ 12 ഇഞ്ച്, ആ 12 ഇഞ്ചാണ് ഈ ആക്കിയത്. വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ച് മാത്രം നമുക്ക് കൂട്ടിയെടുക്കാം. സൈഡിൽ ഫോൾഡ് ചെയ്ത ഈ ഭാഗം ഫോൾഡ് ചെയ്ത് തയ്ക്കണമല്ലോ. അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എടുത്താല് ഓപ്പൺ സൈഡ് നമ്മളെ വശത്താക്കിയത് കൊണ്ട് എന്തായി, ഇത് 2 പീസായിട്ട്, അതായത് ഒരു വലിയ വട്ടത്തിന് റൗണ്ടിന് പകുതിയാക്കിയ പോലെ പപ്പടം നടുവേ മുറിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ ആയിട്ട് വന്ന്. ഇനി നമ്മൾ ഇതിന്റെ താഴെ ഭാഗം ഒന്നുകിൽ ചെറുതാക്കി മടക്കി തയ്ക്കുക, അല്ലെങ്കിൽ നമ്മളെ റോൾ ഹെം ഫൂട്ട് ഉള്ളവർക്ക് അത് വെച്ചിട്ട് ചെയ്യാം. ഞാനിതിൽ ചെറുതാക്കി മടക്കി തയ്ച്ചിട്ടുണ്ട്. കാരണം ചിലരൊക്കെ സാധാ മെഷീനിൽ ചെയ്യുന്നവർക്ക് ഒരു സങ്കടം പോലെയാ എൻ്റെ അടുത്ത് പറയുക, പിന്നെ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ 2 പീസിനെയും നമ്മൾ സൈഡ് വശം ഫോൾഡ് ചെയ്ത് തയ്ച്ചിട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഈ ഒരു ലൈനിലേക്ക് കൂടി നമ്മൾ വെച്ച് തയ്ക്കുക. കണ്ട താഴെ അവിടെ ഒരു പോയിന്റ് കണ്ടില്ല, ഇവിടെയും താഴെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതുവരെ മാത്രമേ നമുക്ക് തയ്ക്കേണ്ടതുള്ളൂ. ഇതാണ് താഴെ നിന്ന് മേലോട്ടേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തണം എന്ന് പറഞ്ഞത്, അതുവരെ മാത്രം തയ്ക്കാനാണ്. എന്നിട്ട് നമ്മുടെ ഈ തുണിയുടെ താഴെ ഭാഗം മടക്കി അടിച്ചാൽ വേണ്ടില്ല, അതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം റൗണ്ടിൻ്റെതാണല്ലോ നമ്മൾ തയ്ച്ചത്. ഇനി ഈ തുണിയുടെ നല്ല വശം ചേർത്തിട്ട്, അതായത് ഈ സ്ലീവിന്റെ നല്ല വശം ഇങ്ങനെ ചേർത്ത് തുണിയിലേക്ക് ആ ലൈനിലേക്ക് കൂടി 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ബിഗിനേഴ്സിന് വേണമെങ്കിൽ പിന്ന് കുത്തി ഫിക്സ് ചെയ്ത് കൊടുത്താൽ സൗകര്യത്തിൽ നല്ല ഈസി ആയിട്ട് തയ്ച്ചു പോകാം. അപ്പൊ അതിങ്ങനെ നിവർത്തിയാൽ ഇങ്ങനെ ഉണ്ടാവും. നിവർത്തി കഴിഞ്ഞിട്ട് പ്രസ് അടി കൊടുക്കണം കേട്ടോ. മറ്റേ സൈഡിലും ഇതേപോലെ ഇത് വെക്കുന്നത് കണ്ടില്ലേ, നല്ല വശം ചേർത്തിട്ടാണ് ഈ സൈഡിലേക്കാണ് വെക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ താഴെ വരെ തയ്ക്കുക, ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് പതിച്ചടിക്കുക. ആ പതിച്ചടിക്കലും കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്ലീവ് കൊടുക്കുന്നവരാണെങ്കിൽ ഇവിടെ സ്ലീവ് നമ്മൾ സാധാരണ സ്ലീവ് കൊടുക്കണ പോലെ ആദ്യം ഈ സ്ലീവ് വെച്ചതിന് ശേഷം മെയിൻ സ്ലീവ് വെക്കാവൂ കേട്ടോ. അംബ്രല്ല സ്ലീവ് വെച്ചതിന് ശേഷം ബട്ടർഫ്ലൈ സ്ലീവ് വെച്ചതിന് ശേഷമേ മറ്റേ സ്ലീവ് കൊടുക്കാവൂ, അല്ല ഞാൻ തുണീനെ നിവർത്തി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇനി സ്ലീവ് കൊടുക്കുന്നില്ല, ഇന്നർ ഇടുകയാണെങ്കിൽ അവിടെ ക്രോസ് പീസ് വെച്ചിട്ട് നിങ്ങൾ തയ്ച്ച് വൃത്തിയാക്കി വെക്കണം.
പിന്നെ നമ്മുടെ താഴെ ഭാഗത്തേക്ക് നമ്മുടെ സ്കേർട്ട് പാർട്ടിന്റെ അത് ജോയിൻ ചെയ്ത് കൊടുക്കുക, സൈഡ് കൂട്ടുക, താഴെ മടക്കി അടിക്കുക. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാതിരുന്നത് വീഡിയോ കുറേ ലെങ്ത് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളുടെ ഡ്രസ്സ് ഇങ്ങനെയാകുമ്പോൾ ഈ ടീനേജ് ചെറിയ കുട്ടി ഒരു 10-12 വയസ്സുള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സാകുമ്പോൾ അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ഫീൽ ഉണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബ്രസ്റ്റിന്റെ ഭാഗം ഇങ്ങനെ കവർ ചെയ്ത് അവർക്ക് ആ ഒരു പ്രായത്തിൽ ഒരു ഷെയിം പോലെ ഉണ്ടാവുമല്ലോ, ബ്രസ്റ്റിന്റെ വളർച്ച തുടങ്ങുന്ന പ്രായത്തിലൊക്കെ. അപ്പം ഇങ്ങനത്തെ ഡ്രസ്സാകുമ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, മോൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് മതി നമ്മളെപ്പോഴും പറയും. ഷോളില്ലെങ്കിലും കുഴപ്പമില്ല അമ്മ എന്നുള്ള രീതിക്ക്. അപ്പോൾ ആ ഒരു കാര്യത്തിനൊക്കെ കുട്ടികൾക്ക് ഒരു കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനത്തെ ഡ്രസ്സ്. ഇത് നമുക്ക് പിന്നെ ഈ ക്ലോത്തിൽ മാത്രമല്ല കേട്ടോ, റയോൺ റിങ്കിൾ റയോണിലൊക്കെ ഇത് ചെയ്താൽ നല്ല രസം ഉണ്ടാവും. ഫ്ലോയി ആയി നിൽക്കുന്ന മെറ്റീരിയൽ ആവണമെന്നേ ഉള്ളൂ. കോട്ടണിൽ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. നൈറ്റിക്കൊക്കെ ചെയ്യുമ്പം ഇതിപ്പോൾ ബോഡി പാർട്ട് വരെ മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ ലെങ്ത്ത്. അതിനേക്കാളും കൂടുതൽ ലെങ്ത്ത് കൂട്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. നൈറ്റിയൊക്കെ ഒരേ മോഡൽ നൈറ്റിയൊക്കെ ഇടുന്നതിന് പകരം അങ്ങനെയൊക്കെ ട്രൈ ആക്കിയിട്ട് വെറൈറ്റി ഒക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കേർട്ട് പാർട്ടിന് താഴോട്ടേക്ക് എ ലൈൻ ആയിട്ടാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അംബ്രല ആക്കി ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ലേഡ് 1 2 3 ആയിട്ട് തട്ട് പോലെ ആക്കിയിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഫിനിഷിങ്ങിൽ ഇതാ ഡ്രസ്സിന്റെ ലുക്ക് ഇതാണ്, കണ്ടില്ലേ? ഫ്രണ്ട് ഭാഗത്തിന് നല്ലൊരു ഭംഗി കൊടുക്കും. ഇതിനി ഇതേപോലെ ഇപ്പോൾ പർദ്ദ ഫുൾ ബ്ലാക്കിൽ പർദ്ദ ആക്കി തയ്ക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി പർദ്ദയായിട്ട് വരും. അപ്പോൾ ഒരു ചെറിയ ഐഡിയ മാത്രമാണ് ഞാൻ തരുന്നത്. ബാക്കി നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങളുടെ ഐഡിയ കൂടി കൂട്ടിയിട്ട് ഇഷ്ടം പോലെ വെറൈറ്റീസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോയിൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ എന്നെ അറിയിക്കണം കമൻറ്റ് ബോക്സിൽ. പിന്നെ ലൈക്ക് മറന്നു പോകരുത് കേട്ടോ, ലൈക്കുകൾ വളരെ കുറയുന്നുണ്ട്. അതേപോലെ ഇതിപ്പോൾ ഞാൻ ഇന്നർ ഇട്ടിട്ടുണ്ട്. ഇന്നറിന് പകരം ഈ സ്ലീവ് തന്നെ ഫുൾ സ്ലീവ് ആക്കി കൊടുക്കേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കാം. ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിലൊക്കെ മൊത്തത്തിലൊരു കവറിങ് രൂപത്തിലാണ് ഇവർ. അപ്പോൾ പർദ്ദയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര തടിയുള്ളവർക്കൊക്കെ ബോഡി ഒന്ന് കവർ ചെയ്ത് നിൽക്കാനൊക്കെ അത് നല്ലൊരു മോഡലായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. പിന്നെ 1-2 ആളുകളുടെ കമൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. അസ്സലാമു അലൈക്കും.